നമസ്തേ. ധനികനായിട്ടുള്ള പിതാവും ധനികനല്ലാത്ത പിതാവും തമ്മിലുള്ള വ്യത്യാസം. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് മക്കളെ ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള അറിവുകൾ, അല്ലെങ്കിൽ റിച്ച് ആയിട്ടിരിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ധനികനല്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള പിതാവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ഓൺ എ സ്റ്റഡി ആൻഡ് സ്റ്റെബിൾ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. സ്ഥിരമായ വരുമാനം നൽകുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണ്, അതാണ് സമ്പത്തിന്റെ പ്രധാന ഉറവിടം എന്നുള്ള രീതിയിലാണ് സാധാരണക്കാരനായ അല്ലെങ്കിൽ പുവർ ഡാഡ് മക്കളെ പഠിപ്പിക്കുന്നത്. ഇത് കേട്ട് വളരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും പ്രധാനമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ റിച്ച് ഡാഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഒരു പിതാവിനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിന് ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടെങ്കിൽ, അവർ പഠിപ്പിക്കുക എന്നത് ഫോക്കസ് ഓൺ അസറ്റ് എന്നുള്ളതാണ്. അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അസറ്റ്. ആ കണക്കിന് നമ്മൾ നോക്കുന്ന സമയത്ത് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക്, അതുപോലെ തന്നെ ബിസിനസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരിക്കും അവർ പഠിപ്പിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ ലോജിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റോക്സിൽ സക്സസ്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിലേക്ക് പോകാനുള്ളതും അല്ലെങ്കിൽ റിച്ച് ആക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുമാണ്. എന്നാൽ അതേസമയം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വരുമാനം കിട്ടുന്ന ഒരു സ്ഥിരം ജോലി എന്ന് പറയുന്ന സമയത്ത് മാസത്തിൽ അയാൾക്ക് കിട്ടുന്ന സാലറി മാത്രമാണ് അവിടെയുള്ള അത്താണി എന്ന് പറയുന്നത്. ചെലവിന്റെ കാര്യങ്ങളും കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അയാൾ റിച്ച് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് അയാളുടെ കയ്യിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്കി അല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ റിച്ച് ഡാഡിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം തൊട്ടേ കുട്ടിയെ കൊണ്ട് ഈ പറയുന്ന സ്റ്റോക്കുകളെ കുറിച്ചും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയും ഇവർ ചെയ്യുന്നത് ഈ കുട്ടി കണ്ടു വളരുകയും ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് കൊടുക്കുന്നത്. എന്നാൽ പൂർ ഡാഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നഷ്ട കച്ചവടങ്ങളാണ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരാജയമാകും, ജീവിതത്തിൽ കടത്തിലും ദാരിദ്ര്യത്തിലേക്കും പോകും എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആരാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിലേക്കും കടത്തിലേക്കും പോകുന്നത് എന്നുള്ളത് മറ്റു പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാത്തതായിട്ടുള്ള അല്ലെങ്കിൽ പറയപ്പെടാത്തതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം. എക്കണോമിക്സ് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്നവർക്കും പോലും പ്രോപ്പർ ആയിട്ട് അറിയില്ല എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പുവർ ഡാഡിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിലുള്ള എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുക, അല്ലെങ്കിൽ മാക്സിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഗെയിൻ ചെയ്യുന്നതാണ് വിജയം എന്നുള്ള രീതിയിലും, അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഉന്നതമായിട്ടുള്ള ജോലിയും കൂടുതൽ സാലറിയും മേടിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം റിച്ച് ഡാഡിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു കൊടുക്കുന്നത്, നീ സാധാരണ രീതിയിലുള്ള എഡ്യൂക്കേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് പണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ കൂടെ വെൽത്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്, അതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. പുവർ ഡാഡിനെ സംബന്ധിച്ചിടത്തോളം കടത്തിനെ പേടിയായതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ധനം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബിസിനസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നും, അത് കടത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും അതിന് പകരമായിട്ട് സ്റ്റെബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള പേ ചെക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ള രീതിയിലുമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ റിച്ച് ഡാഡിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് വരിക എന്നുള്ളതും സംരംഭകത്വ മനസ്ഥിതിയാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓൺട്രപ്രണോറിയൽ മൈൻഡ് സെറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക, അവന് വേണ്ട വെൽത്ത് മറ്റിടത്ത് നിന്ന് സാലറി ആയിട്ട് പണിയെടുത്ത് മേടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് അതിനെ വിജയിപ്പിച്ചുകൊണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുവാനായിട്ടാണ് റിച്ച് ഡാഡ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പുവർ ഡാഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആണുള്ളത്. അതായത് പണം ഭാവിയിലേക്ക് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ റിച്ച് ഡാഡിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ അബൻഡൻസ് മൈൻഡ് സെറ്റ്, അതായത് കൂടുതൽ സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു മനസ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള സേവിങ്ങിന് അപ്പുറത്തേക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. റിസ്ക് എടുത്തുകൊണ്ട് വിജയത്തിലേക്ക് പോകാനായിട്ട് ഇവർ പറഞ്ഞു കൊടുക്കുകയും ട്രെയിൻ ചെയ്ത് കൊടുക്കുകയുമാണ്. ഓരോ റിസ്കുകളെയും ചലഞ്ചുകളെയും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്നൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വെൽത്ത് ജനറേഷനിൽ വിജയിക്കാനായിട്ടുള്ള അവസരങ്ങളാക്കി എടുക്കാനാണ് റിച്ച് ഡാഡ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പുവർ ഡാഡ് ഏത് സമയത്തും പരാജയത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം മുഴുവൻ തീർക്കുന്ന സമയത്ത് റിച്ച് ഡാഡ് അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പരാജയം വന്നേക്കാം പക്ഷെ റിസ്ക് എടുത്തുകൊണ്ട് വിജയിക്കുക എന്നുള്ളത്. അങ്ങനെ റിസ്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ, ഈ ധൈര്യം കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടികൾ ഇൻകം ജനറേഷനിൽ വിജയിച്ച് മുന്നോട്ട് പോവുകയും പൂർ ഡാഡിന്റെ കുട്ടി കേവലം ഒരു ജോലിക്കാരനായിട്ടോ അല്ലെങ്കിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ അതിൽ നിന്നും താഴെ രീതിയിലുള്ള വരുമാനം ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലോ ജീവിതം കഴിഞ്ഞു പോവുകയാണ്. സോ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്ന സമയത്ത്
നമ്മൾ റിച്ച് ഡാഡ് ആണോ പുവർ ഡാഡ് ആണോ എന്നും, അതുപോലെ തന്നെ ഒരു റിച്ച് ഡാഡിന്റെ മകനെ പോലെയാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുവർ ഡാഡിന്റെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആണോ ഉള്ളത് എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും കാര്യത്തിലേക്ക് എടുത്തു ചാടാനുള്ള മോട്ടിവേഷൻ അല്ല ഞാൻ തരുന്നത്. കാര്യങ്ങളെ തറവായിട്ട് പഠിച്ചുകൊണ്ട് അതിനെ ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കിക്കൊണ്ട് വിജയകരമായിട്ടും ബുദ്ധിപരമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വിജയം കൊയ്യാനായിട്ടാണ് ഞാനിവിടെ ആഹ്വാനം ചെയ്യുന്നത്. അതിനാൽ ആത്മപരിശോധന നടത്തുക, ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുക, നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കാനായിട്ടും അങ്ങനെ നമുക്ക് സമൃദ്ധിയുടെ ഒരു ലോകം കെട്ടിപ്പടുക്കാനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.